ഒരു മുരുകന്റെ പ്രസൻസ് എപ്പോഴും കൂടെയുള്ള ഒരാളാണ് എന്നാണ് അങ്ങ്. ഇനി നിന്റെ നടയിലേക്ക് ഞാൻ പറ്റില്ല. നീ വന്നെന്നെ താലപ്പൊലിയോടുകൂടി കണ്ടെന്നാൽ മാത്രം ഞാൻ ഈ പടിയോട്ടുള്ളൂ. ഞാൻ ഇറങ്ങി. അതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആണ്ടവൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഫീൽ ചെയ്യാൻ പറ്റും. കാരണം തന്നെ മുരുകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കണ്ട, അത് വേറൊരു കേസുണ്ട്, പൊയ്ക്കോളം പറഞ്ഞു. ബാധ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ള ഒരാൾ ഇപ്പോൾ വരും. അപ്പോൾ അവർ വന്നേക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അനിൽ എന്നാണ് പേര്, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. പുള്ളിയുടെ മുമ്പ് വെച്ച് ടേബിൾ ഫാൻ ഓട്ടോമാറ്റിക്കാണ് ഓണായി. സ്കന്ദഷഷ്ടി ഇടുകയും ഭസ്മം ഇരിപ്പുണ്ട് അവിടെ. ആ ഭസ്മം എടുത്ത് 2 കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആദ്യമായിട്ട് ലൈഫിൽ പോണ ഈശോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കുരിശ് പിടിച്ച് സ്വർണ്ണത്തിൻ്റെ ഒരു കുരിശ് കഴിയുമ്പോൾ പിടിച്ചോണ്ടിരിക്കുക. ഇവളുടെ അടുത്തേക്ക് ചീറ്റ് ഇതൊന്നും പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു വരിക. ആത്മീയതയിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സംഗീത് ലാലാണ്. നമസ്തേ ചേട്ടാ. ഓം ശരണവായ നമഃ. ചില ഒരു ബിസിനസ്സുകാരനിൽ നിന്നും, ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനിൽ നിന്നും ഒരു ആത്മീയതയിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു മുരുകൻ്റെ പ്രസൻസ് എപ്പോഴും കൂടെയുള്ള ഒരാളാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ഒരു പിന്നിലൊരു രഹസ്യം എന്ന് പറയുന്നത്? മുരുകൻ്റെ പ്രസൻസ് ചെറുപ്പം തൊട്ടേ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പഴനിയിലാണ് നമ്മുടെ പേരൊക്കെ ഇട്ടത്, അവിടെ വെച്ചായതുകൊണ്ട് മുരുകൻ്റെ ആ അമ്പലമായിട്ട് ചെറുപ്പം തൊട്ട് ആരാധന മുഴുവൻ മുരുകന്. എനിക്ക് മുരുകനായാണ് ചെറുപ്പം തൊട്ടേ ആരാധന. ഓരോ ലൈഫിൻ്റെ ഓരോ ഘട്ടമായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയാണ്. അപ്പോൾ ഓരോ വർഷങ്ങൾ ചെയ്യുന്നതുള്ള ഇദ്ദേഹമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഗാഠമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊരു അമ്പലമുണ്ട് മുരുകൻ്റെ. ആ അമ്പലത്തിൽ മഞ്ഞുമൽ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് പോകുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിർമ്മാല്യം തൊഴുവാനൊക്കെ ആയിട്ട് വെളുപ്പിന് പോയി കാണുകയൊക്കെ ചെയ്യും. അവിടെ നിന്ന് ഒരു പറ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴായാലും ശരി, അതൊരു വന്ന് കാണുകയും അത് വന്ന് വീട്ടിലിരിക്കുകയും ഭക്ഷണം കഴിക്കുക. നമുക്ക് മാനുഫാക്ചറിങ് ഐസ്ക്രീം ഉണ്ട്, അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കുക, അതൊക്കെ ആനൊക്കെ വരെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു രസമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഫൈനൽ ഇയർ ആണെന്ന് തോന്നുന്നു, ഞാൻ ഫൈനൽ ഇയർ ആണ്, സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം അവിടുത്തെ കമ്മിറ്റിയൊക്കെ മാറിയിട്ട് രാമകൃഷ്ണൻ കൊണ്ട് ചേട്ടൻ അവിടുത്തെ പ്രസിഡൻ്റായിട്ടൊക്കെ വന്നു. പുള്ളിക്ക് എന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അവിടെ നിന്ന് സ്ഥിരമായിട്ട് പല കാര്യത്തിനും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. പല കാര്യത്തിനും, പല കൊടയും നെറ്റിപ്പെട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കതന്ന വെടി അതൊക്കെ അമ്മ കൊടുക്കണ. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇവർ പറഞ്ഞു വരാൻ പറ്റില്ലെന്ന്. ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരണേന് ചിലവ് എത്രയായാലും ഞാൻ തരാം, നിങ്ങളതൊന്നും വരാൻ പറഞ്ഞു. ചുമ്മാ കുറച്ച് ആ ഏരിയയിലൊന്നും പറയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, എനിക്കത് നടപടിയാവാത്തൊരു കാര്യമാണ്, ഞങ്ങൾക്കത് പറ്റില്ല, വേണമെങ്കിൽ കൊടിമര ചോട്ടിൽ പറ നിറച്ചോളം പറഞ്ഞു. അപ്പോൾ ഇതൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കി കഴിഞ്ഞൊരു സംഭവം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നഷ്ടം എത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ വന്ന് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഇത് ഞങ്ങളുടെ അമ്പലമാണ്. അപ്പോൾ പുള്ളിക്ക് അറിയില്ല. ആ പറച്ചിൽ, നീ ഇവിടുന്ന് ആരാ, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഭയങ്കര ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് എത്ര ഒരു അടുപ്പുള്ളൊരു ആണ്ടവനോട് ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ മാനസികമായിട്ട് തകർന്നു പോയി. ഞാൻ ആ നടയിൽ വെച്ച് പറഞ്ഞു, ഇനി നിൻ്റെ നടയിലേക്ക് ഞാൻ പറ്റില്ല, നീ വന്നെന്നെ താലപ്പൊലിയോടുകൂടി കണ്ടെന്നാൽ മാത്രം ഞാൻ ഈ പടിയോട്ടുള്ളൂ. ഞാൻ ഇറങ്ങി. വീട്ടിൽ ഭയങ്കര നമ്മളൊരു ഭയങ്കര നഷ്ടപ്പെട്ട പോലെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ്, ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് നടന്നില്ല. ആരും അമ്മ പറയുന്നുണ്ട്, ഇതൊന്നും നിൻ്റെ അഹങ്കാരമാണ്, നീ ഒരിക്കലും അങ്ങനെ ഭഗവാനോട് പറയരുത്. ഞാൻ പറഞ്ഞു, ഞാനും ഭഗവാനുള്ള ഡീലിങ്സ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിൽ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തായിട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളെ അവഹേളിച്ചിട്ട് പിന്നെ അതിനുള്ളിലൊക്കെ കയറാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ഉത്സവം കഴിഞ്ഞപ്പോൾ, എല്ലാ ഉത്സവത്തിനും അവിടെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ മയിലുണ്ടാവും. മീൻസ് അന്ന് ഇന്നിപ്പോൾ അതിന് മറ്റേ കൊടിമരമൊക്കെ വലിയ ലോഹത്തിൻ്റെ ആക്കി. പക്ഷെ അന്ന് അടക്കാമരത്തിൻ്റെ ആയിരുന്നു. അത് വീണ സമയത്ത് മയിലുണ്ടാവും ടോപ്പിൽ, മരത്തിൻ്റെ. അത് കിട്ടാൻ വേണ്ടിയൊക്കെ രാവിലെ വെളുപ്പിനായിരിക്കും അത് എടുക്കുക. അതൊക്കെ കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ
ഈ ഉത്സവം നടക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ 2 ഉത്സവം നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റാതെ ഇദ്ദേഹത്തിൻ്റെ റോട്ടിൽ നിന്നിട്ട് തൊഴുതിട്ട് പോയിട്ടുണ്ട്. പക്ഷേ 3ാമത്തെ ഉത്സവമായപ്പോൾ ഈ പറഞ്ഞ കൊടിക്കയറും കൊടിയും കൊടിക്കയറും എടുക്കുന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് ഈ ആ ഒരു സമയാനേരത്തേക്കും വാലായ്മ എന്തോ ആരും മരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ ആൾക്കാരെ നോക്കണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പല ഡൊണേഷൻ ചെയ്യാണ്ട് ഈ പൈസ കൊടുക്കാൻ അമ്മ തയ്യാറായി. തയ്യാറാണോന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ സംഭവം നടന്നു. പിന്നീട് അറിയണത് ഈ കൊടിയും കൊടിക്കയറും എടുക്കാൻ വീട്ടിലേക്ക് വരും. കമ്മിറ്റിക്കാരും എല്ലാവരും വീട്ടിലേക്ക് വന്നെ. ഞാൻ അന്ന് പറഞ്ഞു, ഇനി ഈ പറഞ്ഞ കമ്മിറ്റിക്കാരൊക്കെ വീട്ടിൽ വന്നിട്ടേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനത് അപ്പുറത്ത് നിന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു തന്നു. പക്ഷേ പ്രോബ്ലം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇളയ മകനായിട്ടുള്ള ഒരാൾ വേണം ഇത് കൊടുക്കാൻ, താലം പിടിക്കാൻ, ഇത് കയ്യിൽ പിടിക്കണം കൊടിക്കയറും ഇതൊക്കെ. അപ്പോൾ എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ ശാന്തി പറഞ്ഞു ഇവിടെയുള്ള അദ്ദേഹം പിടിക്കാമെന്ന് പറഞ്ഞു. ഞാനെ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും നിർബന്ധിച്ച് ഞാനതങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ നിമിഷം എന്താ പറയുക, ചെണ്ടയും ഈ പറഞ്ഞ ഇത് നമ്മൾ പറഞ്ഞ എല്ലാ താലപ്പൊലിയും ഈ പറഞ്ഞ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ആനയിച്ചിട്ട് എനിക്ക് ആ അമ്പലം വരെ എന്നെ കൊണ്ടുപോയൊരു നിമിഷമുണ്ട്. ഒരു എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയി. കാര്യം വെച്ചാൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഉണ്ടായത്. അതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആണ്ടവൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഫീൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ മുരുകൻ എന്ന് പറഞ്ഞാൽ അതൊരു ലൈവായിട്ട് ഫീൽ ചെയ്യല്ലോ. അപ്പോൾ എല്ലാവരും പറയും ശിവൻ, പാർവതി, മുരുകൻ, കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം എനിക്കൊരു സുഹൃത്തിനെ പോലെയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അന്നാ. പിന്നെ അങ്ങനെയുള്ള ഇതിനു മുമ്പ് പല പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കും. പല കാര്യങ്ങളും പറയുമ്പോഴും അതൊക്കെ ശരിയാവും. അപ്പോൾ ആൾക്കാർ എൻ്റെ അടുക്ക വന്ന് സംസാരിക്കും, ചില അഭിപ്രായങ്ങളൊക്കെ പറയും, അത് നടക്കും, അങ്ങനെ മുന്നോട്ട് പോയിക്കോളെ. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു എറണാകുളത്തെ ഫേമസ് ഒരു ലോയറുണ്ട്. പുള്ളി പരീക്ഷിക്കണ കുറച്ച് കൂട്ടത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ഫേമസ് അഡ്വക്കേറ്റ് ഉണ്ട്, അയാളുടെ അടുക്ക ഓഫീസിൽ ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഇരുന്നിട്ട് പുള്ളിയും കുറച്ച് സ്പിരിച്വൽ. അപ്പോൾ ഞങ്ങൾ വൈകിട്ടൊന്ന് മെഡിറ്റേഷന് പോകും, കടപ്പുറത്ത് പോകും, കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്യും. പുള്ളി ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും പുള്ളിയും മെഡിറ്റേഷൻ. പുള്ളിയുടെ പേര് പ്രതീഷ് ചാക്കോ എന്നാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ഒരു പുള്ളിയും ഞാനായിട്ടൊരു വല്ലാത്തൊരു മെഡിറ്റേഷനിൽ പോകും. പുള്ളി ആ മെഡിറ്റേഷനിലെ ടൈമിൽ തിരിച്ചു വരുമ്പോഴേക്കും പുള്ളിയുടെയൊക്കെ വേറെ അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കൊരു പുച്ഛം പോലെയായിരുന്നു. ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ശരി, എന്തൊക്കെയാന്ന് നിനക്ക് ചോദിക്കാനുണ്ടോയെന്ന് അനിൽ എന്നായി മറ്റേ അഡ്വക്കേറ്റിൻ്റെ പേര്, നിനക്ക് എന്നാലും ചോദിക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ഈ പറഞ്ഞ പ്രതീക്ഷ ചോദിച്ചു. അപ്പോൾ അനിൽ ചോദിച്ചു, ഞാനൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അത് താങ്കളൊന്ന് അറിയിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എടുക്കുവാണ്, കാർ എടുക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നൊരു ഡേറ്റ് പറഞ്ഞു. അയ്യോ ആ ദിവസം കിട്ടത്തില്ലല്ലോ എന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പുള്ളി എന്നെ പുച്ഛിച്ചു. പുള്ളി പറഞ്ഞു, അത് നിങ്ങളാ തീരുമാനിക്കണേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വെച്ചു. ഞാൻ കണ്ടത് അങ്ങനെയാണ്, ആ ദിവസം നിങ്ങൾക്ക് വണ്ടി കിട്ടത്തില്ല, ഒരു 3-4 മാസം കൊണ്ട് ഡിലേ വരും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ അഡ്വാൻസ് പൈസ കൊടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ശരി, നമ്മളങ്ങ് വിട്ട്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പുള്ളിക്കാരൻ്റെ ബുക്ക് ചെയ്താണെന്ന് ഫോൺ വന്നു. കളറ് പുള്ളി ഉദ്ദേശിച്ചത് കിട്ടണമെങ്കിൽ 4 മാസം, ഈ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. പുള്ളി അതോടുകൂടി ഈ പറഞ്ഞ അനിൽ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞ്, ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് തോന്നി എനിക്ക് കിട്ടിയത് പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഇടണം, മറ്റേ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്ക് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം പുള്ളി ഇതുപോലെ ഓഫീസിൽ വന്ന് പല കാര്യം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഇരിപ്പുണ്ട്, ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുതിയൊരു ഫാൻ ഇവിടെ ടേബിൾ ഫാൻ ഇരിപ്പുണ്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കണ്ട, അത് വേറൊരു കേസുണ്ട്, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴേക്കും പറഞ്ഞു, ഒരു
ബാധ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ള ഒരാൾ ഇപ്പോൾ വരും. അപ്പോൾ അവർ വന്നേക്ക് മുമ്പ് നിങ്ങൾ പൊയ്ക്കോളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അബ്നോർമൽ മെൻറ്റാലിറ്റി, ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ, അബ്നോർമൽ മെൻറ്റാലിറ്റിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരോട് സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് പറയല്ല, നിങ്ങൾ വിശ്വസിക്കില്ല. പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അനിൽ എന്നാണ് പേര്, ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റാണ്. പുള്ളിയുടെ മുമ്പ് വെച്ച് ടേബിൾ ഫാൻ ഓട്ടോമാറ്റിക്കലി ഓണായി. സംസാരിക്കുന്ന വേളയിൽ ഓണായി. അപ്പോൾ പുള്ളി എന്താ മുതലാളി സംഭവം കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പലതും കാണും, അത് കാണാതൊന്നും പുറത്ത് പറയണ്ട, വിട്ടോളാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ ശരീരത്ത് ഒരു സ്പിരിച്വൽ പ്രസൻസ് കണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഫർദർ കമ്മ്യൂണിക്കേഷൻ വന്ന ദിവസമായിരുന്നു. അത് മുഴുവൻ പറഞ്ഞ ഒരു വലിയ കഥയായിട്ട് പറയാനുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഉള്ള ഒരു പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് മുഴുവൻ ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പറയാം. അല്ല, അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഒരു ദിവസം നമ്മൾ സാധാരണ പോലെ നമ്മളെ ബിസിനസ് ടൈമിൽ നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഉറക്കം, ടേബിളിൽ ഉറക്കം തൂങ്ങിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇത് ബിസിനസ് അവേഴ്സാണ്, മോള് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എന്താ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, സാറേ കുറച്ച് എനിക്ക് എന്തോ വയ്യായ്മയുണ്ട് സാർ, സ്പിരിച്വലായിട്ടുള്ള സംഭവം, ഒരു എൻ്റെ ഭക്തനൊക്കെ അല്ലേ, എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കണ സമയത്താണ് ഇത് പറയാൻ പോണ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, പക്ഷെ അത് റിയൽ സംഭവമാണ്. അതോടുകൂടിയാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. ആ കുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാനവിടെ ആ കുട്ടിയുടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞ് അപ്പോൾ ഈ ആണ്ടവൻ്റെ ഓരോ നിർദ്ദേശം വന്നു തുടങ്ങി, ഓരോ കാര്യത്തിനൊക്കെ ഇതിനൊക്കെ. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടി കണ്ണടക്കാൻ പറഞ്ഞു. കണ്ണടച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കണ്ണടച്ച് ഈ കണ്ണിൻ്റെ അടച്ച് കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കർട്ടൻ ഇങ്ങനെ നീങ്ങണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ രണ്ട് ഒരു ആത്മാക്കളെ പോലെ രണ്ട് ഇവിൾസ്, ഒരു ആത്മാക്കളെന്ന് തന്നെ പറയാം. അവർ സോളിൻ്റെ പ്രസൻസ് ഞാൻ കാണുക, അങ്ങനെ ഇരിക്കുക. അവൻ എൻ്റെ അടുത്ത് ചീറ്റിയെടുത്ത് വന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും അറ്റൻഡ് ചെയ്യാൻ വന്ന ആളല്ല, ഞാനത് ജസ്റ്റ് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റർ ചെയ്യുന്ന വേറെ സ്ഥലത്തേക്കാണ്. ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഞാൻ ആ സ്ഥലത്തേക്ക് വരില്ല, നിങ്ങൾ വിട്ടോ, നമ്മൾക്ക് അതിനുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ വിട്ട്. എന്നിട്ട് ഇവരോട് പറഞ്ഞു സോളിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് കൂടെ വന്ന രണ്ട് പെൺകുട്ടികളോടും പറഞ്ഞു. അവരെന്നെ കളിയാക്കാൻ തുടങ്ങി. കാര്യം ഈ ലോകത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെക്കടല്ലേ, സാറിന് ഭ്രാന്തായതാണോ അതോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാണോ എന്നൊക്കെ പറഞ്ഞ് വന്ന സ്ഥലം മാറിപ്പോയെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി. ഞാൻ മിണ്ടില്ല. പക്ഷേ ഈ കുട്ടി പുറത്തുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവർ പറഞ്ഞു, എടപ്പള്ളി പള്ളിയിൽ ഇവരെ ഇടക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ, അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പള്ളിയുടെ മുകളിൽ ചെന്ന് ഇരിക്കല്ലോ, നല്ല പുതിയ പള്ളിയാണല്ലോ, അപ്പോൾ ഇരിക്കാൻ പറ്റും, അവിടെ ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരി ഹിന്ദുവാണ്, ഒരു സ്ഥലം ഒറ്റപ്പാലം ആ മേഖലയാണ്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് വന്ന ശേഷം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ പോകുമായിരുന്നു. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ശ്മശാനമുണ്ട് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ നിന്ന് ആരോ വിളിക്കണ പോലെ പുള്ളിക്കാരിക്ക് തോന്നി. പുള്ളിക്കാരോട് ചെന്നിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേഷനും പൂണ്ട് വെക്കലും ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ അവർ താമസിക്കുന്ന റൂമിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു സംഭവം. ഇതെങ്ങനെയാണ് ഇത് അറിയണത്? ഞാനിത് കണ്ടപ്പോൾ 2 സോളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 2 കഥകളും ഇവർ പറഞ്ഞു. എനിക്ക് എടപ്പള്ളി പള്ളിയിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ റൂമിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി വന്നിരുന്ന പെൺകുട്ടികളൊക്കെ ടെൻഷനായി തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കാര്യം, നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ വെച്ചാൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളി എവിടെയെങ്കിലുമൊക്കെ പോയിക്കോ, അത് നമ്മൾക്ക് അതിനെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റിയിൽ നമുക്ക് അറിയാനും ആൾക്കാർ, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ, അവർക്ക് അതിനെക്കുറിച്ച് അറിയാനും പാടില്ല. പക്ഷേ പിറ്റേ ദിവസം വന്നപ്പോഴൊക്കെ കുട്ടിയുടെ ശരീരം ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ്, മൊത്തം ഈ നഖം വെച്ച് മാന്തിയേക്കണ പോലെ കാണാം. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ രക്ഷിക്കുക, എനിക്ക് എന്താ അറിയില്ല, ആരോ രാത്രി ഒന്ന് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, പേടിച്ച് കട്ടിലിൽ നിന്ന് നിലത്ത് വീണെന്നൊക്കെ എന്തൊക്കെയോ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഇങ്ങനെ സംഭവിച്ചില്ലേ, ഇനി പോട്ടെ, ഇവിടെ വന്നില്ലേ, ആണ്ടോ നോക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് ടൈം എന്നോട് പറഞ്ഞ സ്കന്ദഷഷ്ടി കവചം മ്യൂസിക് വെക്കാൻ പറഞ്ഞു. മ്യൂസിക് എന്നാ ഞാൻ പറയുന്നത്, ഇത്ര നാളെ എന്നെ പറഞ്ഞാൽ മ്യൂസിക്കായിട്ടാണ് കരുതരുത്. അത് വെക്കലും ഈ സോള് പുറത്തേക്ക് വന്നിട്ട് നിർത്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലറലായിരുന്നു. ആ പെൺകുട്ടി ഭയങ്കര അലർച്ചയായിരുന്നു. ആ അലർച്ചയിൽ സത്യം പറഞ്ഞ ആ പെൺകൊച്ചിൻ്റെ
മുടിയൊക്കെ കഴിഞ്ഞ് ഈ കൺമഷി ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റിച്ച് ഇട്ട പോലെ മാറി, കണ്ട ഭയങ്കര ഒരു ഭീകരൂപം. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ആ ഒരു മറ്റേ ആ റൂമിലുണ്ടായിരുന്ന വേറൊരു ക്രിസ്ത്യൻ കുട്ടിയുണ്ട്, അവരൊരു കാര്യങ്ങളൊക്കെ നോക്കുന്നു, അവരവിടെ ഉണ്ട്. അവർ ക്രിസ്ത്യനാ. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഒരു കുരിശുണ്ട് അവർ. അപ്പോൾ അത് പിടിച്ചിട്ട് ഈശോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവർ ഈ സ്ത്രീ. അപ്പം എനിക്ക് ഓരോ ഇൻഫോർമേഷൻ കിട്ടുന്നതനുസരിച്ച് സ്കന്ദഷഷ്ടിയുടെ ഭസ്മം ഇരിപ്പുണ്ട് അവിടെ. ആ ഭസ്മം എടുത്ത് 2 കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം ആദ്യമായിട്ട് ലൈഫിൽ. അത് മാത്രമല്ല ഓഫീസാണ്, ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ഭയങ്കര അവസ്ഥ. കാരണം വെച്ചാൽ കഥ മാറി. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞപ്പോൾ ഇവരെന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞു. കാര്യം ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറുമല്ലോ വീഡിയോ. അപ്പോൾ ആ പെങ്കൊച്ചിൽ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ നേരെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചീറ്റ് എടുക്കുക. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കുരിശ് പിടിച്ച് സ്വർണ്ണത്തിൻ്റെ ഒരു കുരിശ് പിടിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ അടുത്തൊക്കെ ചീറ്റ് ഇതൊന്നും പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് വരിക.